പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അതിനായി മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി കുറച്ച് നേരം വയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം, ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ. അതിനുശേഷം ഉള്ളിയും സവാളയും തക്കാളിയും മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ കാണിച്ചിരിക്കുന്ന അതേ അളവിൽ എടുക്കുക. അതിനുശേഷം പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് സവാള ഇട്ട് നമുക്ക് വഴറ്റാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് വഴറ്റുകയാണെങ്കിൽ നമുക്ക് വേഗം വഴന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഇറച്ചിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഉള്ളി ചേർക്കുന്നു. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി അതിനോടൊപ്പം കാരിമുളകും കാന്താരി മുളകും കൂടി ചേർക്കുന്നു. അടുത്തതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലോട്ട് ചേർക്കാം. തക്കാളി വഴന്ന് വരുമ്പോൾ നമുക്ക് മസാലകൾ അതിലോട്ട് ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഇതിനോടൊപ്പം ചേർക്കുന്നു. കുറച്ച് നേരം കൂടി നമുക്ക് മസാലകൾ ഇളക്കി അതിനോടൊപ്പം യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ്. ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിലോട്ട് നമുക്ക് ഈ മസാലക്കൂട്ട് ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചൂടാക്കി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഈ സമയം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും 2 പച്ചമുളകും ഇതിനോടൊപ്പം ചേർക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ഇറച്ചിക്കറി ഇവിടെ റെഡിയായിരിക്കുന്നു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പത്തിയുടെ കൂടെയും മരച്ചിനിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം.